ദേശീയപാതാ നിർമ്മാണം തുടരവെ കൊല്ലം നീണ്ടകരയിൽ നടപ്പാത വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. നിരവധി സ്കൂളുകളും മത്സ്യത്തൊഴിലാളികളും ഒക്കെയുള്ള നീണ്ടകരയിൽ റോഡിന് മറുവശം കടക്കുക ഏറെ പ്രയാസകരമാണ്. ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂഗർഭ പാത നിർമ്മിക്കണമെന്നതാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെ ബുദ്ധിമുട്ടി വേണം കുട്ടികൾക്കടക്കം മറുവശത്തേക്കെത്താൻ. സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, ഫിഷിംഗ് ഹാർബർ, വ്യവസായ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ ഇരുവശത്തുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് നീണ്ടകരയിലേക്ക് എത്തുന്നത്. കാൽനട യാത്രക്കാർക്ക് വേണ്ടി അടിപ്പാത നിർമ്മിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നടക്കാതെ വന്നതോടെയാണ് ജനങ്ങൾ സമരം ആരംഭിച്ചത്. ഈ അടിപ്പാത ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് ഏറ്റവും വലിയ റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. മക്കൾ സ്കൂളിൽ പോയിട്ട് സ്കൂൾ ബസ്സിൽ നിന്നൊക്കെ ഇവിടെ വന്നിറങ്ങുന്നത്, അത് ക്രോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഹാർബറിൽ നിന്ന് തലച്ചുമടയാണ് പ്രായം ചെന്ന 70 വയസ്സ് 80 വയസ്സൊക്കെയുള്ള പ്രായം ചെന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ വന്ന് തലയിൽ ചുമട് വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വലിയ വലിയ കിറ്റുകളുമായിട്ടൊക്കെ വന്നാണ് ഇവിടെ വന്ന് ക്രോസ് ചെയ്ത് ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് പാടുപെടുന്നത്. അടിപ്പാത നിർമ്മിക്കാൻ സാങ്കേതികമായി തടസ്സങ്ങളില്ല. കരാർ തുക 20% അധികരിച്ചതിനാൽ പണം കെട്ടിവെക്കണമെന്നതാണ് ലഭിച്ച അറിയിപ്പ്. അടിപ്പാത ഇല്ലാത്തതിനാൽ നിരവധി ആളുകളാണ് നിലവിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞങ്ങളിവിടെ നീണ്ടകര ജംഗ്ഷനിൽ ഈ നടപ്പാത ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഹൈവേ മാനദണ്ഡ പ്രകാരം ഹൈവേ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ അവിടെ സ്കൂളുകളുണ്ടെങ്കിൽ, ഫിഷിംഗ് ഹാർബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആരാധനാലയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, വ്യവസായ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെയധികം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ പെഡസ്ട്രിയൻ അണ്ടർപാസ് നിർമ്മിച്ച് നൽകണമെന്നാണ് ഹൈവേയുടെ നിലവിലുള്ള നിയമം. ഈ 6 മാനദണ്ഡത്തിൽ 5 മാനദണ്ഡങ്ങളുമുള്ള കേരളത്തിലെ ഏക സ്ഥലമാണ് നീണ്ടകര ജംഗ്ഷൻ എന്ന് പറയുന്നത്. സമരം 70-ലധികം ദിവസം പിന്നിട്ടു. ഇനിയും ആവശ്യം നടന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. സംഭവത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയവുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ജനം, കൊല്ലം.